പിന്നെ കേരളം കണ്ടിട്ട് ഏറ്റവും വൃത്തികെട്ട മാനിപ്പുലേറ്റർ ആയിട്ടുള്ള നികേഷിൻ്റെ പ്രേതം ഇറങ്ങി പോകാത്തതിൻ്റെ കുഴപ്പമാണോ റിപ്പോർട്ടർ ടി വിക്ക് എനിക്കറിയാം. ഒരു ഉളുപ്പുമില്ലാതെ പറയാത്ത ഒരു വാക്ക് എടുക്കുക, എന്നിട്ട് ആ വാക്കിൻ്റെ പേരിൽ 2-3 ദിവസം ചർച്ച ചെയ്യുക, എന്നിട്ട് ആരുടേതായാലും ഞാൻ വലിയ സംഭവമൊന്നുമല്ല, എനിക്കും എൻ്റെതായ ടൈം അതിൻ്റെ വാല്യൂ ഒക്കെ ഉണ്ട്, എൻ്റെ സമയം മെനക്കെടുത്തി വീണ്ടും ഒരു വിശദീകരണം വാങ്ങുക, അതിൻ്റെ പേരിൽ വേറൊരു സ്റ്റോറി കുക്ക് ചെയ്യുക. ഇതെന്ത് തരം ഏർപ്പാടാണ്? ഞാൻ ഒരു മുഖ്യധാര മീഡിയകളെക്കുറിച്ചും പറയുന്നില്ല, പക്ഷേ എന്നാൽ ചിലർ ഇപ്പോഴും കേരളം കണ്ടിട്ട് ഏറ്റവും വൃത്തികെട്ട മാനിപ്പുലേറ്റർ ആയിട്ടുള്ള നികേഷിൻ്റെ പ്രേതം ഇറങ്ങി പോകാത്തതിൻ്റെ കുഴപ്പമാണോ റിപ്പോർട്ടർ ടി വിക്ക് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്ത എങ്ങനെ ഞാൻ പറയാത്ത ഒരു വാർത്ത എന്തിനാണ് നിങ്ങൾ അതിൽ കൊടുത്തത്? ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് വളരെ കറക്റ്റാണ്, എനിക്കതിൽ ആക്ഷേപമില്ല. പക്ഷേ ഈ പറയുന്നിടത്ത് നിങ്ങൾ ഈ പത്രക്കാരുണ്ടല്ലോ, നമ്മളെ എന്നെക്കാളൊക്കെ നന്നായി കാര്യങ്ങൾ മനനം ചെയ്യുന്ന വിവരമുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, PMAYയിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ഒരു എംബ്ലം നിങ്ങൾ കാണിച്ചു തരും, നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ വളരെ ഒതൻറ്റിക് ആയിട്ട് പറയുന്നത്, ഞാൻ അതിൻ്റെ മിനിസ്റ്റർ എന്നുള്ള ആൾക്കാണ് സംസാരിക്കുന്നത്. നിങ്ങളൊരു ഫോട്ടോ കാണിച്ചു തന്നെ. അങ്ങനെ അല്ല സഹോദര വാർത്ത വന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് വാർത്ത വന്നത്. അതിലാ പ്രശ്നമുള്ളൂ. ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 ലക്ഷത്തിൽ ചിലാനം ആളുകളുടെ വീടുകൾ പുതുതായിട്ട് കൊടുക്കുന്നത് ഞാൻ ഒരിക്കലും അതിൻ്റെ പേരിൽ ഈ ആവശ്യമില്ലാത്ത കപട ആദർശം പറഞ്ഞിട്ടൊന്നും അത് തടയുന്നത് സമൂഹത്തോട് ചെയ്യുന്നത് തെറ്റാണ്. നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും പദ്ധതികൾ കൊണ്ടുവരും, നമ്മളുടെ പൈസ അല്ലേ. അല്ലെങ്കിൽ തന്നെ നിലനിൽക്കുന്ന പരാതി എന്താണെന്ന് അറിയുകൾ, ഈ സൗത്ത് സ്റ്റേറ്റുകളിൽ നിന്ന് കൊടുക്കുന്ന നികുതി വിഹിതത്തിൻ്റെ ഒരു 60-70% പൈസയാണ് നമുക്ക് 1 രൂപക്ക് കിട്ടുന്നത്. എന്നാൽ നോർത്തിലേക്ക് പോയാൽ അത് കിട്ടുന്നത് 1-1.5 രൂപയുടെ അടുത്ത് കിട്ടുന്നു നമുക്ക്. അല്ലെങ്കിൽ തന്നെ സെൻട്രൽ വിഹിതങ്ങൾ കുറവാണ്. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഈ ആളുകളുടെ വയറ്റത്തടിക്കാൻ പോകുന്നത്? സ്റ്റേറ്റിന് അതിൻ്റെ വിഹിതം വെക്കണം. ഇത് നിങ്ങൾ വിചാരിക്കണം മാതിരി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് മുഴുവൻ പൈസ ഒന്നും സെൻട്രൽ ഗവൺമെൻറ് തരുന്നില്ല. ഞാനിന്ന് സെൻട്രലിൽ പ്രിപ്പയർ ചെയ്ത സ്പീച്ചിൽ പോലും ഞാൻ പറയുന്നുണ്ട്, 7 ലക്ഷത്തിൽ ചില്ലാനം ഒരു സാധാ വീടുണ്ടാക്കാൻ പാടില്ല, നമുക്ക് 4 ലക്ഷത്തിൽ രൂപയെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത്തരം ക്രൈസിസുകൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പാവങ്ങൾക്ക് കിട്ടുന്ന വീട് കളയാൻ നിങ്ങൾ അതിന് കൂട്ടു നിൽക്കരുത് എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഇല്ല അല്ല, അങ്ങനെയല്ല പറയുന്നത്. ഫോട്ടോ വെക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സാധന വസ്തുത ഇല്ല ഇതിനകത്ത്. ഫോട്ടോ ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നല്ല നോക്കി ചെക്ക് ചെയ്തു. അതിനകത്ത് അങ്ങനെ ഒരാളുടെ ഫോട്ടോ വെച്ച് ആരുടെയും അഭിമാനം കളയേണ്ടെന്നാണ്. അങ്ങനെ കളയേണ്ട കാര്യമില്ല, സത്യമാണ്, അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഫോട്ടോ ഇല്ല. EMS ഭവന പദ്ധതി എങ്ങനെ കൊടുക്കുന്നത്? ഇതിനകത്ത് എന്താണ് പ്രധാനമന്ത്രി എന്നാണ്, മുഖ്യമന്ത്രി എന്നാണ്, അതൊക്കെ ഡെസിഗ്നേഷൻ മാത്രമാണ്. അതേപോലെ ഒരാളുടെ പേര് കൂടെ കൂട്ടുക, അപ്പോൾ അതല്ലേ അപമാനം? ഞാൻ അതിനെ എതിർക്കാൻ പോകല്ല കേട്ടോ, ഞാൻ EMS ഭവന പദ്ധതി എതിർക്കല്ല. പക്ഷേ EMS ഭവന പദ്ധതി വിഭാവന ചെയ്തവർ എങ്ങനെയാണ് PMAY എതിർക്കുന്നത്? പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നൊരു പദ്ധതി എങ്ങനെ എതിർക്കുന്നത്? അതിൽ ഞാൻ നിങ്ങൾ പ്രൂവ് ചെയ്യൂ. അതിനകത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയിൽ വെച്ച ഏതെങ്കിലും ഒരു PMAY അല്ല, കേരളത്തിൽ 1 ലക്ഷത്തി, ഞാൻ പറയാം, കേരളത്തിൽ വീണ്ടും പറയാം, 1,60,000 വീടുകൾ കൊടുത്തല്ലോ മുഖ്യമന്ത്രി. ആ കൊടുത്തത് വീട്ടിനകത്ത് നിങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു തന്നാൽ ഞാൻ പറയാം, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. ഒരു സ്ഥലത്തുമില്ല. അതാണ് വസ്തുത. അതിനുവേണ്ടി ഒരു ആദർശമൊക്കെ ചമച്ച് പതുക്കെ ഊരിയതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ പതുക്കെ ഊരിയതാണ്, അത്രയേ ഉള്ളൂ. ഇത് കൈരളിക്ക് ചോദിക്കണ്ട. ആ നിലപാട് ആരെടുത്തത്? ആരാണ് അങ്ങനെ എംബ്ലം വെക്കുന്ന നിലപാടെടുത്തത്? നിങ്ങളാണോ? ഞാനെടുത്തിട്ടില്ല. എൻ്റെ പറഞ്ഞ പ്രസ്താവന നിങ്ങൾ നേരത്തെ വന്നില്ല. എൻ്റെ പ്രസ്താവന റിപ്പീറ്റ് ചെയ്തിട്ടോ നിങ്ങൾ? ഒന്ന് റിപ്പീറ്റ് ചെയ്യ് പ്ലീസ്. ഇവിടെ നേരത്തെ റിപ്പീറ്റ് ചെയ്തു കറക്റ്റായിട്ട്. നിങ്ങളൊന്ന് പറഞ്ഞേ. അങ്ങനെ അല്ലേ? വളരെ കറക്റ്റാണ്. എംബ്ലം വെക്കുന്നത് തെറ്റില്ല എന്നുള്ളത് നിങ്ങൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നതാക്കി. മിസ്റ്റർ, ആ എംബ്ലത്തിനകത്ത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉണ്ടോ? നിങ്ങൾ കാണിച്ചതേ. നിങ്ങൾ ഇതങ്ങ് നമുക്ക് നോക്കിയിട്ട് പോകാമല്ലോ, ഏതായാലും ബാക്കിയുള്ളവർ പോയാലും നമുക്ക് സംസാരിക്കാമല്ലോ. നിങ്ങളിത് ഈ എംബ്ലത്തിൻ്റെ പുറത്ത്, ഇത് ഞാനതിൻ്റെ മിനിസ്റ്ററാണ്, ഈ എംബ്ലത്തിൻ്റെ പുറത്ത് ഇതിങ്ങനെ നോക്കിയാൽ ആരെയും കാണുന്നുണ്ടോ? ഏതെങ്കിലും പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് തുടരുന്നല്ല. 1,60,000 നിങ്ങൾ കൈരളിയുടെ സർക്കാർ കൊടുത്തു കഴിഞ്ഞ തവണ. ഉണ്ട്, ഉറപ്പുണ്ട്. ആർക്ക് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നാട്ടുകാർക്ക് അറിയാമല്ലോ. സർക്കാർ കഴിഞ്ഞ 10 കൊല്ലത്തെ സർക്കാർ സ്പോൺസർമാരാണ് കൈരളി. നിങ്ങൾ സർക്കാരിൻ്റെ ചെലവിൽ ജീവിക്കുന്ന ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നു. നിങ്ങൾ പറഞ്ഞോളൂ, എന്താ പ്രശ്നം? ഇടതുപക്ഷ സർക്കാരിൻ്റെ CPMൻ്റെ ഔദ്യോഗിക ചാനലാണ് കൈരളി. ഞങ്ങൾ കാണുന്ന അങ്ങനെ തന്നെയാണ്. വേറെ ആര് ചോദിക്കുന്ന പോലെയല്ല ഞാൻ പറയുന്നത്.
ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾക്കുണ്ടോ ഞങ്ങൾ ഏതെയുണ്ടോ ചോദിക്കാം കേട്ടോ, ഞങ്ങൾക്ക് ഏതെയുണ്ടോ ഉണ്ടെങ്കിൽ പറഞ്ഞു. ഈ ചാനൽ നമ്മളിതുണ്ടോ വടി ഇല്ലല്ല. അപ്പോൾ ഞങ്ങൾ ഇല്ലാത്ത കൈരളിയല്ല, പാർട്ടിയൊക്കെ നല്ലതാണ്, എല്ലാവർക്കും പറയും, എനിക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. പക്ഷെ നുണ പറയരുത്, നുണ. ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന എംബ്ലം എന്ന് പറഞ്ഞിട്ടില്ല മിസ്റ്റർ. പറയാതെ നിങ്ങൾ തന്നെ കൊടുക്കുക, പിന്നെ നിങ്ങൾക്ക് കൊടുക്കുക, കൈരളിക്ക് പിന്നെ കൊടുക്കുക. അതുകൊണ്ട് ഞാൻ കൊടുത്തു. ആ വീട്ടിൽ നിന്ന് കാണിച്ചു ഒന്ന് അപ്ലൈ ചെയ്യും പ്ലീസ്, ഇപ്പം തന്നെ അപ്ലൈ ചെയ്യും. ഷാജിദിന് മോഡിയുടെ പടം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നു. യഥാർത്ഥത്തിൽ പണമില്ലാത്തതുകൊണ്ട് പിന്മാറി, അതാണ് വസ്തുത. ഒന്ന് വീഡിയോ ഒന്ന് പ്ലീസ്. അതെ അതിനകത്ത് പറയും. അതിന് പ്രധാനമന്ത്രി ഉണ്ടോ? ഞാനാ കണ്ട വീഡിയോ. അത് ഇദ്ദേഹം ചോദിച്ചു, റിപ്പോർട്ടറിൻ്റെ ചാനൽ പിന്നെ ലേഖകനോട് ചോദിച്ചു ഇതേ ചോദ്യം. അതിനെ ഉത്തരം പറഞ്ഞു. പ്രധാനമന്ത്രി സുഹൃത്ത് ഞങ്ങളോടല്ല പറയുന്നത്, എനിക്ക് ഇല്ല, ഞാൻ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ല. ആ വാക്ക് ഞാൻ പ്രയോഗിക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളതുപോലെ തന്നെ അത്തരം ഒരു രാഷ്ട്രീയ സമീപനം എനിക്കുണ്ട്. വ്യത്യസ്തമായിരിക്കാം, നിങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ എനിക്ക് ആ രാഷ്ട്രീയ സമീപനമുണ്ട്. അതെല്ലായിടത്തോളം ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്ന പ്രശ്നമല്ല. ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുക, അങ്ങനെയാണ് EMS പദ്ധതിൻ്റെ പേര്. എൻ്റെ അഭിപ്രായം EMS ഭവന പദ്ധതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു മനുഷ്യൻ അതിൻ്റെ EMSൻ്റെ പേരിൽ, EMS ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ അർഹതപ്പെട്ട ഒരാൾ വീട് വാങ്ങുമ്പോൾ അയാൾ ജീവിതകാലം മുഴുവൻ EMSൻ്റെ പേരും വെച്ച് ആ വീട്ടിൽ കിടന്നുറങ്ങുക പറയുന്നത് മോശമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതുപോലെ തന്നെയാണ് അതേസമയത്ത് മുൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ കൊടുക്കാം. പക്ഷേ പ്രധാനമന്ത്രിയുടെയോ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട VD സതീശൻ്റെയോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെയോ ഫോട്ടോ വെച്ചിട്ടല്ല ഒരു വീടും കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. അതിൽ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ പഴയ മുഖ്യമന്ത്രി പറഞ്ഞ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നു. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹം അത് പറഞ്ഞത് അടിസ്ഥാനരഹിതമാണ്. കാരണം ഈ പദ്ധതിയിൽ എവിടെയും 1,00,000, ഞങ്ങളോട് പറയാം, നിങ്ങൾ എന്നോട് തർക്കിക്കാൻ നിൽക്കണ്ട, 1,60,60,000 62,000 വീടുകൾ കൊടുത്തു. ആ വീടുകൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കുടുംബശ്രീയുടെ പിന്നെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നിങ്ങൾ പിന്നെ ഇതിൻ്റെ ലൈഫ് മിഷൻ്റെ സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണാം. അർബൻ ഏരിയകളിൽ ഇത്ര കൊടുത്തു, പിന്നെ 36,000, പിന്നെ 1,28,000 അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലും 36,000 വീടും കൊടുത്തു എന്ന് സൈറ്റിലുണ്ട്. ഞാൻ പറയുന്നതല്ല, ആ സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ സർക്കാരാണ്. ആ വീടുകളിൽ നിങ്ങൾ പോയി നോക്കിയിട്ട് എവിടെയെങ്കിലും പ്രധാനമന്ത്രിൻ്റെ ഫോട്ടോ കാണിച്ചു തരും. ഈ ലോഗോ വെക്കണം, ഈ ലോഗോ വെക്കണമെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് അത് കൊടുക്കുന്നത് സർക്കാരാണ്. ഈ ലോഗോ നിർബന്ധമായിട്ട് ആ ലോഗോ വെക്കണം എന്ന ഇതാ സർക്കുലർ. ഞാൻ വെറുതെ അല്ലല്ലോ, അതാ സർക്കുലറായി കാണിക്കണം. ഈ സർക്കുലറിൽ പറയുന്നത് നിർബന്ധമായി ലോഗോ വെക്കണം എന്നാണ്. പിന്നെ എൻ്റെ പേരിൽ ഉള്ളത് പറയാമെന്ന് പൊതുവേ നമ്മൾ പിന്നെ ഞാൻ നാളെ പറഞ്ഞു, നിങ്ങൾക്ക് പിന്നെ മദ്യത്തിൻ്റെ വീര്യം കുറഞ്ഞല്ല പ്രശ്നം, എൻ്റെ വീര്യം കുറഞ്ഞു പോയതാണ്, അല്ലാതെ അതല്ല. പക്ഷേ എന്തിനാ വെറുതെ പറയണത്, നോണ പറയണത് എന്തിനാണ് ആവശ്യമില്ലാതെ. നമ്മളൊരു ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പറയും. അതിന് വെറുതെ ഈ കഥകൾ ഇങ്ങനെ പിന്നെന്താ ചെരുപ്പിൻ്റെ വാറ കഴിക്കുമ്പോഴും നോടെ ലോകം അനുസരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മാതിരിയാണ്. എന്തിനാ അത് പറയുന്നത്? അത്രയേ ഉള്ളൂ. മന്ത്രിയായതുകൊണ്ട് വീര്യം ഒന്ന് കുറച്ചതാണ് പൊതുവിൽ. അല്ല, മന്ത്രിയാകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും, നമുക്ക് നോക്കാനുള്ള ഒരു പ്രതിപക്ഷവും ഭരണപക്ഷവും ഞാൻ പലതവണ പറഞ്ഞു, രണ്ട് തരത്തിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമാണ്. ഒരാൾ പിന്നെ ഭരണത്തിലെത്തുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ഇഷ്യൂസുകൾ നമ്മൾ എങ്ങനെ പരിഹരിക്കാൻ പറ്റും നോക്കുന്നല്ലാതെ അപ്പോഴും നമ്മൾ വർത്തമാനം പറഞ്ഞ് നടക്കലല്ല നമ്മളുടെ പണി. ഞാൻ LSD വകുപ്പ് നിങ്ങൾക്ക് അറിയാം, കേന്ദ്രത്തിൽ തന്നെ 3 മന്ത്രിമാരാണ് ഇരുന്നത്. നമുക്ക് അത്രയ്ക്ക് ലോഡാണ്. ഇപ്പോൾ നാളെ പിന്നെ ഡൽഹിയിൽ പോയാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പോകണം. അവിടെ 3 മന്ത്രിമാരുണ്ട്, ഇവിടെ നമുക്കൊരു മന്ത്രിയാണുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങനെ പറയണത് വെച്ചാൽ സാധാരണക്കാരനെ തൊടുന്നൊരു വകുപ്പാണ്, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അത് ഏൽപ്പിച്ചാൽ നമുക്കത് ചെയ്യുന്നു, അല്ലാതെ അതൊരു ഒളിച്ചോട്ടോ നിലപാടുകളിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറി പോകലോ എന്നല്ല.